ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ കാത്തിരിക്കുകയാണ് കേരളം. ഇന്നാണ് ഉച്ചകോടി സമാപിക്കുന്നത്. പദ്ധതികളെക്കുറിച്ച് ഒരു സമഗ്രമായ പ്രഖ്യാപനം ഇന്ന് വൈകിട്ടുണ്ടാവും. അദാനി, ലുലു, ആസ്റ്റർ ഗ്രൂപ്പുകൾ നിക്ഷേപം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 5 വർഷത്തിനിടെ 30,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം. യുഎഇയും ബഹ്റൈനും വ്യാപാര പങ്കാളിത്തത്തിനും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ സമ്മിറ്റിൽ പങ്കെടുക്കുന്ന ചാണ്ടി ഉമ്മൻ ഇന്ന് രാവിലെ ന്യൂസ് 18 മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയിരുന്നു. ഏത് പാർട്ടി ഭരിച്ചാലും വികസനം വേണമെന്നാണ് തന്റെ പക്ഷമെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. നമുക്കിനി വേണ്ടത് ആര് ഭരിച്ചാലും ഏത് പാർട്ടി വന്നാലും വികസനമാണ്. കാരണം നമ്മുടെ ആളുകൾ നാട് വിട്ടുപോവുക, എന്നിട്ട് ലോകം മാറ്റിമറിക്കുക, ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരിക. കേരളത്തിൽ അതേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ചെറുപ്പക്കാരും ആൾക്കാരുമാണുള്ളത്. അതുകൊണ്ട് ഇനി അതിന് പഴയ കാര്യങ്ങളിലേക്ക് പോവുകയോ പഴയ എന്തുകൊണ്ട് അങ്ങനെ നടന്നു ഇങ്ങനെ നടന്നു എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. പക്ഷെ വികസനം ഉണ്ടാകണം. അതാണ് പ്രതിപക്ഷ നേതാവ് കൃത്യമായി അദ്ദേഹത്തിന്റെ പുറത്തുള്ള സമ്മർദ്ദത്തെക്കുറിച്ചും അങ്ങനെ ഒരു സമ്മർദ്ദം അദ്ദേഹം അത് ഏറ്റെടുക്കാത്തതിനെ കുറിച്ചൊക്കെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് വികസനമാണ്, കേരളത്തിന്റെ വികസനമാണ് നമ്പർ 1 പ്രയോറിറ്റി. അത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രയോറിറ്റി. കാരണം വികസനമില്ലെങ്കിൽ നമ്മുടെ നാട് പുറകോട്ട് പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കും. ഏത് ഗവൺമെന്റ് ആണെങ്കിലും ശരി, ഇവിടെ വികസനം ഉണ്ടാവണം, മാറ്റം ഉണ്ടാവണം. നമ്മളതിനെ സർവ്വമനസ്സോടെ സ്വാഗതം ചെയ്യും. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഇടവേളയിലേക്ക് പോകും മുൻപ് ഡാനി പോൾ ഈ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഡാനി, സോറി, ഇന്നിപ്പോൾ ഈ സമ്മിറ്റിന്റെ 2ാമത്തെ ദിവസമാണ്. ഇന്നായിരിക്കും ഒരുപക്ഷെ ലുലുവിന്റേത് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. ഏവരും കാത്തിരിക്കുന്നത് ഈ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഏതൊക്കെ പദ്ധതികൾ വരാൻ പോകുന്നു എന്ന കൃത്യമായ പ്രഖ്യാപനത്തിലേക്കാണ്. ഇന്ന് എന്തൊക്കെയാണ് അവിടെ നടക്കാനുള്ള പ്രധാന ഇവന്റുകൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇത് കഴിഞ്ഞ ദിവസത്തെ ഈ ചർച്ചകളുടെ സെഷനുകളുടെ ഒരു തുടർച്ചയാണ്. ഇന്ന് 2ാം ദിനം, ഇത് സമാപന ദിവസമാണ്. ഇന്നിപ്പോൾ വിവിധ സെഷനുകളിലായിട്ട് പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു സാധ്യതകൾ, അത് ടൂറിസം, മെഡിക്കൽ, ഐ ടി അനുബന്ധം, മറ്റു വികസന അധിഷ്ഠിതമായ ചർച്ചകൾ. ഇതിൽ കൂടുതൽ സാധ്യതകൾ ഏതെല്ലാം രീതിയിലേക്ക് നിക്ഷേപകർക്ക് കടന്നുവരാം, അതിനെന്തെല്ലാം സാധ്യതകളാണ് ഇവിടെയുള്ളത്, അത് ഏത് രീതിയിലാണ് സംസ്ഥാന സർക്കാർ അതിന് അനുയോജ്യമായ രീതിയിലേക്കുള്ള ഒരു നടപടികൾ എടുത്തിരിക്കുന്നത്. അങ്ങനെ അത്തരം ഒരു സാധ്യതകളിലേക്കുള്ള ഒരു ചർച്ചകളാണ് ഇന്നും നടക്കുന്നത്. വിവിധ കമ്പനികൾ, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തും അതോടൊപ്പം തന്നെ രാജ്യത്തിന് പുറത്തുമുള്ള തന്നെയുള്ള കമ്പനികൾ ഇതിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ്. 3000-ഓളം പ്രതിനിധികൾ ഇതിൽ ഉണ്ട്. 26 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളടക്കം ഇതിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വലിയ സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ള ഒരു വലിയ തുറന്ന ചർച്ചകളിലേക്ക് തന്നെയാണ് പോകുന്നത്. വലിയ പ്രഖ്യാപനങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഉച്ച കഴിയുന്നതോടെ ഇതിന്റെ ഓരോ ചർച്ചകളുടെയും കാര്യങ്ങളും എല്ലാം തന്നെ അവസാനിക്കുകയും ചെയ്യും. പിന്നീടുള്ളത് ഈ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ നിക്ഷേപങ്ങൾക്ക് വേണ്ടിയുള്ള സാധ്യതകളിലേക്ക് ആരൊക്കെ അതിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അതിൽ എന്താണ് അവരുടെ പദ്ധതികൾ ഇവിടെ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് എത്ര കോടി രൂപയുടേതാണ്, അതിൽ എത്ര പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതാണ്, ഏതൊക്കെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്നത് സംബന്ധിച്ച് നിലവിൽ ഇത്തരം ഒരു ചർച്ചകളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അത്തരം ഈ എല്ലാ വകുപ്പുകളുടെയും തന്നെ തീരുമാനമെടുക്കേണ്ടവർ തന്നെയും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകളും കാര്യങ്ങളും എല്ലായിടത്തും തന്നെ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു ഏകോപനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുണ്ടാകും. വൈകിട്ട് 4 മണിക്ക് അതിന്റെ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടന്നുവരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെയായിരിക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു വിശദീകരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യുക. നിലവിൽ നമുക്കറിയാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലെന്ന പോലെ വലിയ നിക്ഷേപങ്ങളുടെ ഒരു തുടർച്ചയാണ് അദാനി ഗ്രൂപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 30,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ അവർ പ്രഖ്യാപിക്കുന്നത്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്. കാരണം വിഴിഞ്ഞം തുറമുഖത്തെ മറ്റൊരു ഫേസിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുക എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്നു. പ്രത്യേകിച്ച് ഇതുപോലുള്ള പ്രാദേശികമായ പോർട്ടുകളുടെ ഒരു വികസന സാധ്യതകൾ വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നൊരു കണക്കുകൂട്ടൽ തന്നെയാണുള്ളതെന്ന് കരുൺ അദാനി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇവിടെ ഉദ്ഘാടന സെഷനിൽ പറയുകയുണ്ട്. 20,000 കോടി രൂപയാണ് ആ മേഖലയിൽ മാത്രം അവർ നിക്ഷേപത്തിന് ഒരുങ്ങുകയും ചെയ്യുന്നത്. അവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 5,500 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കളമശ്ശേരിയിൽ ലോജിസ്റ്റിക്കും ഇ കൊമേഴ്സ് പാർക്ക് എന്ന ഒരു സങ്കല്പത്തിന് അവർ നൽകുന്ന 5,000 കോടി രൂപയുടെ ഒരു പദ്ധതി ഇവിടെ അവർ നടപ്പാക്കുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ ഇത്തരം പദ്ധതികളുടെ ഒരു തുടർച്ച ഇതിലുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന് ആസ്റ്റർ മെഡ് സിറ്റിയുടെ ഒരു പ്രഖ്യാപനമാണ്.
250 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് അടുത്ത ഘട്ടത്തിലേക്ക് അവർ പറഞ്ഞിരിക്കുന്നത്. നിലവിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന 500 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പുറമെയാണ് ഈ ഒരു തുകയുടെ ഒരു സാധ്യതകൾ കൂടി പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്ന് പ്രഖ്യാപിക്കുന്ന വലിയൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ലുലു ഗ്രൂപ്പിന് ഇന്ന് അവരുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെല്ലാം തലങ്ങളിലാണ് അവരുടെ ഒരു വികസന തുടർച്ചയുണ്ടാവുന്നത്, പദ്ധതികളുടെ തുടർച്ചയുണ്ടാവുന്നത് എന്നത് ഇന്ന് അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ 2200 കോടി രൂപയുടെ IT അനുബന്ധിത പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നുണ്ട്. അത് ഇൻഫോ പാർക്കിലുള്ള 4 ഫേസുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളാണ്. ഒപ്പം തന്നെയും സ്മാർട്ട് സിറ്റിയുടെ ആ ഒരു പദ്ധതി പ്രദേശത്ത് 2 വലിയ IT ടവറുകൾ അവർ സ്ഥാപിക്കുന്നുണ്ട്. ഏതാണ്ട് 15,000 പേർക്ക് ജോലി ചെയ്യാവുന്ന ടവറുകളുടെ ഉദ്ഘാടനം സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാവും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ IT ടവറുകളായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള വികസന പദ്ധതികളുടെ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതിൽ ചർച്ചയിൽ പങ്കെടുത്ത കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മേഖല, അടിസ്ഥാന സൌകര്യ വികസന രംഗം, അത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്. ഈ മേഖലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് 50,000 കോടി രൂപയുടെ പദ്ധതികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് പാലക്കാടിനെ കൂടി ചേർത്തുകൊണ്ട് ഇവിടെ നടപ്പാക്കുന്ന 10,840 കോടി രൂപയുടെ റോഡ് വികസനമടക്കമുള്ള വലിയ പദ്ധതികൾ വരികയും ചെയ്യുന്നുണ്ട്. വിഴിഞ്ഞവുമായി കണക്ട് ചെയ്തുകൊണ്ട് റിംഗ് റോഡുകളുടെ വികസനം വരുന്നുണ്ട്. എറണാകുളത്ത് അങ്കമാലി കുണ്ടന്നൂർ മേഖലയിൽ 6 വരിയായിട്ട് പാത ഉയർത്തുകയും ചെയ്യുകയാണ്. ഏതാണ്ട് 5000-ഓളം കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. അതങ്ങനെ അടിസ്ഥാന സൌകര്യ മേഖലയിലടക്കം വലിയ രീതിയിലുള്ള വികസന പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ കേരളത്തിന്റെ ഒരു സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ഈ ഒരു പരിപാടി, ഇതിനോട് വലിയ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റിനോട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പൂർണ്ണമായ ഒരു പ്രഖ്യാപനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് വേദിയിൽ നിന്ന് ഇന്ന് വൈകിട്ടോടെ ഈ ഒരു സമ്മിറ്റിൽ എന്തുണ്ടായി എന്നറിയാൻ നമുക്ക് വൈകുന്നേരം 4 മണി വരെ കാക്കാം. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.